നമ്മൾ നോക്കാൻ പോകുന്ന പർപ്പസ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റമാണ്. അതായത് എ ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ജനറലി സ്റ്റോർഡ് ആൻഡ് ആക്സസ്ഡ് ഇലക്ട്രോണിക്കലി ഫ്രം എ കമ്പ്യൂട്ടർ സിസ്റ്റം. Where database are more complex, they are often developed using formal design and modeling techniques. A database management system is a system that provides an interface to database for information storage and retrieval. We are more interested in software system rather than manual system because they can do job more efficiently. അതായത് മാനുവലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ചെയ്യുമ്പം കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. In early days, database applications were built on top of file system. The drawback of using file system to store data is first one എന്ന് പറയുന്നത് ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി. അതായത് നമ്മളിപ്പം ഒരു യൂണിവേഴ്സിറ്റിയുടെ കേസിലാണെന്ന് വെച്ചാൽ ഒരു കുട്ടി 2 കോഴ്സിനകത്ത് എൻറോൾ ചെയ്തു എന്നിരിക്കുക. ഈ 2 കോഴ്സിനകത്തും ഇതും നമുക്ക് കുട്ടിയുടെ ഡീറ്റെയിൽസ്, അതായത് അഡ്രസ്സ്, നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അപ്പം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ വരും, വെറുതെ സ്റ്റോറേജ് നമുക്ക് വേസ്റ്റ് ആവുകയാണ്. 2 കോഴ്സിനകത്തും ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഫുൾ എൻട്രി ചെയ്യേണ്ടി വരും. മാത്രമല്ല ചിലപ്പം ആ കുട്ടിയുടെ നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലും മാറിയെന്ന് വിചാരിക്കുക, നമ്മളൊരു ഭാഗത്ത് മാത്രമേ മാറ്റുകയുള്ളൂ, മറ്റൊരിടത്ത് മാറ്റാൻ വിട്ടുപോയി. ഇങ്ങനത്തെ സമയത്തെല്ലാം ഡാറ്റയ്ക്കകത്ത് മിസ്മാച്ചും വരും. ഇനിയെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് ഡാറ്റ, അതായത് ഒത്തിരി ഡാറ്റയുള്ള സമയത്ത്, സപ്പോസ് നമുക്കിപ്പം ഒരു ഏരിയയിലുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടണമെന്ന് വിചാരിക്കുക, ഒരു പോസ്റ്റൽ കോഡിനകത്തുള്ള. അങ്ങനത്തെ സമയത്തെല്ലാം ഈ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയ്ക്കകത്ത് നമുക്ക് വർക്ക് ചെയ്യേണ്ട സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് ഡാറ്റ, അതായത് നീഡ് ടു റൈറ്റ് എ ന്യൂ പ്രോഗ്രാം ടു ക്യാരി ഔട്ട് ഈച്ച് ന്യൂ ടാസ്ക്. ഓരോ ടാസ്കിനും നമുക്ക് ഓരോ പുതിയ പ്രോഗ്രാം എഴുതേണ്ടി വരും. നെക്സ്റ്റ് വണ്ണെന്ന് പറഞ്ഞാൽ ഡാറ്റ ഐസൊലേഷൻ. Because data are scattered in various files and file may be in different format, writing new application program to retrieve the appropriate data is difficult. അതായത് ഡാറ്റ പല ഫയൽസിലും പല ഫയൽ ഫോർമാറ്റിലൊക്കെ ആയി സ്കാറ്റേർഡ് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഡാറ്റയുടെ എഫിഷ്യൻറ്റ് ഡാറ്റ റിട്രീവൽ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി പ്രോബ്ലം. അതായത് സപ്പോസ് ഇപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റിയുടെ കേസിലാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഈ ബാലൻസ് എമൗണ്ട് റെക്കോർഡ് ചെയ്യും. സപ്പോസ് നമുക്ക് ഇപ്പം ഒരു കൺസ്ട്രെയിൻ വെച്ചു എന്ന് വിചാരിക്കാം, ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ബിലോ 0 ആയിരിക്കരുത്. അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഡെവലപ്പേഴ്സിന് ഈ പുതിയ കൺസ്ട്രെയിൻറ്റ് ഒരു കോഡായിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പുതിയ കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനകത്തോട്ട് ഇത് എൻഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. ദ പ്രോബ്ലം ഈസ് compounded when constraint involves several data items from different files. പഴയ ഫയൽ സിസ്റ്റത്തിനകത്താണെങ്കിൽ ഡിഫറെൻറ്റ് ഫയൽസിലായിട്ട് ഈ ഡാറ്റ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പുതിയ കൺസ്ട്രെയിൻറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിരിക്കും. അതായത് when a new constraints are added, it is difficult to change the program to enforce them. The problem is compounded when a constraint involves several data items from different files. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആറ്റോമിസിറ്റി അപ്ഡേറ്റ്. ആറ്റോമിസിറ്റി ഓഫ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് സിസ്റ്റം ക്രാഷ് ആയിപ്പോയെന്ന് വിചാരിക്കാം. അതായത് ഇപ്പം ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണെന്ന് വിചാരിക്കുക. അതായത് ഒന്നിൽ നിന്ന് ഡെബിറ്റായി ബട്ട് അടുത്തതിനകത്തോട്ട് ക്രെഡിറ്റ് ആയില്ല. ഇങ്ങനത്തെ എല്ലാ സമയത്ത് ഒരു സിസ്റ്റം ക്രാഷ് നടന്നാൽ ഡാറ്റാബേസ് ഇൻകൺസിസ്റ്റൻസ് ആവും. അതായത് പാർഷ്യൽ അപ്ഡേറ്റ്സ് നടന്നിട്ട് ഡാറ്റാബേസ് ഇൻകൺസിസ്റ്റൻ്റ് ആവും. ഇനിയെന്ന് പറഞ്ഞാൽ കൺകറൻറ്റ് ആക്സസ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ്. അതായത് പല യൂസേഴ്സ് ഒരേ ടൈമിൽ
ഇപ്പം ഒരു ഡാറ്റയ്ക്കകത്തോട്ട് ആക്സസ് നടത്തുകയാണ്. അതായത് ഒരാൾ കൺട്രോൾ ചെയ്യാത്ത കേസിനകത്ത് ഒരാളിപ്പം എന്തെങ്കിലും ഒരു റൈറ്റ് ഓപ്പറേഷൻ നടത്തിയെന്ന് വിചാരിക്കുക. അതേസമയം അത് വേറൊരാൾ റീഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം ഈ കൺകറൻ്റായിട്ട് ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വരും. എക്സാമ്പിൾ എന്ന് വെച്ചാൽ 2 ആൾക്കാർ ബാലൻസ് റീഡ് ചെയ്യണം, അതേ സമയത്ത് ഇപ്പം അപ്ഡേറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്കൊരു ഇൻകൺസിസ്റ്റൻസി വരും. ഇനിയെന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ്. ഇനി സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ന് പറയുമ്പം ഡാറ്റാബേസ് ഷുഡ് ബി ആക്സസിബിൾ ടു യൂസേഴ്സ് ഇൻ ലിമിറ്റഡ് വേ. ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസേ കൊടുക്കാവൂ. കാരണം ഈച്ച് യൂസർ ഷുഡ് ബി അലൗഡ് ടു ആക്സസ് ഡാറ്റ കൺസേണിങ് ഹിസ് റിക്വയർമെൻറ്റ്സ് ഓൺലി. അയാൾക്ക് ആവശ്യമുള്ള ഡാറ്റയിനകത്തോട്ട് മാത്രമേ ആക്സസ് കൊടുക്കാവൂ. അതായത് ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനകത്ത് എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണ്. അതായത് സെക്യൂരിറ്റി പ്രോബ്ലംസ്, കൺകറൻറ്റ് ആക്സസ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ്, ആറ്റോമിസിറ്റി അപ്ഡേറ്റ്സ്, ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി, ഡിഫിക്കൽട്ടി ഇൻ ആക്സസിങ് ഡാറ്റ ഐസൊലേഷൻ, ഇൻറ്റഗ്രിറ്റി പ്രോബ്ലം, ഇതെല്ലാം കൺവെൻഷണൽ ഫയൽ സിസ്റ്റത്തിനകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഡാറ്റാബേസ് ഉപയോഗിക്കുമ്പം ഉണ്ടായിരിക്കില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്ന അഡ്വാൻറ്റേജസ് ഓഫ് DBMS ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് ഓഫ് റിഡൻഡൻസി. ഡാറ്റ റിഡൻഡൻസി റെഫേഴ്സ് ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 കോഴ്സിനകത്തൊക്കെ എൻറോൾ ചെയ്യുന്നുണ്ട്, 2-നകത്തും ഫുൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പം DBMS യൂസ് ചെയ്യുമ്പം നമുക്ക് ഈ പ്രശ്നം വരുന്നില്ല. In database system, by having a centralized database and centralized control of data by the database administrator, the unnecessary duplication of data is avoided. It also eliminates the extra time for processing the large volume of data. It results in saving storage space. And improved data sharing. DBMS allows a user to share the data in any number of application program. Next എന്ന് പറയുന്നത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി മീൻസ് ദാറ്റ് ദ ഡാറ്റ ഇൻ ഡാറ്റാബേസ് ഈസ് ആക്യുറേറ്റ്. Centralized control of the data help in permitting the administrator to define integrity constraint to the data in the database. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻ കസ്റ്റമർ ഡാറ്റാബേസ് വി ക്യാൻ enforce an integrity that it must accept the customer only from ചിലപ്പോൾ നമുക്കൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള പ്ലേസോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ കൺസ്ട്രെയിൻസ് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ആക്സെപ്റ്റ് കസ്റ്റമർ ഓൺലി ഫ്രം നോയിഡ ആൻഡ് മീററ്റ് സിറ്റി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൺസ്ട്രെയിൻസ് എല്ലാം കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഡാറ്റാബേസിനകത്തുള്ള ഡാറ്റ ആക്യുറേറ്റ് ആണ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഇൻറ്റഗ്രിറ്റി മീൻസ് ദ ഡാറ്റ ഇൻ ഡാറ്റാബേസ് ഈസ് ആക്യുറേറ്റ്. സെൻട്രലൈസ്ഡ് കൺട്രോൾ ഓഫ് ദ ഡാറ്റ ഹെൽപ്പ് ഇൻ permitting the administrator to define integrity constraint to the data in a database. ഇനിയെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി. having authority over the operational data enables the DBA is in ensuring that the only means of access to the database is through proper channel. The DBA can define authorization check to be carried out whenever access to sensitive data is attempted. അതായത് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റാബേസിനകത്തോട്ട് ലിമിറ്റഡ് ആക്സസും കൊടുക്കാൻ പറ്റും, പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് സെൻസിറ്റീവ് ഡാറ്റയ്ക്കകത്തോട്ടൊക്കെ ഓതറൈസേഷൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റും. ഇനിയെന്ന് പറഞ്ഞാൽ ഡാറ്റ കൺസിസ്റ്റൻസി. ബൈ എലിമിനേറ്റിംഗ് ഡാറ്റ റിഡൻഡൻസി വി ഗ്രേറ്റ്ലി റെഡ്യൂസ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻകൺസിസ്റ്റൻസി. അതായത് എ കസ്റ്റമർ അഡ്രസ് ഈസ് സ്റ്റോർഡ് ഇൻ ഓൺലി വൺസ്. സോ നമുക്ക് ഒരു മിസ്മാച്ച് 2 സ്ഥലത്ത് സ്റ്റോർ ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഒരു സ്ഥലത്തെല്ലാം സ്റ്റോർ ചെയ്യുമ്പം ഡാറ്റയ്ക്കകത്തുള്ള മിസ്മാച്ചൊക്കെ ഒഴിവാക്കാൻ പറ്റും.
അപ്പം അങ്ങനെ 2 സ്ഥലത്ത് സ്റ്റോർ ചെയ്യേണ്ട ഒരു സ്ഥലത്തൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റയ്ക്കകത്തുള്ള മിസ്മാച്ച് എല്ലാം ഒഴിവാക്കാൻ പറ്റും. കൂടാതെ അപ്ഡേറ്റിംഗ് ദ ഡാറ്റ വാല്യൂസ് ഈസ് ഗ്രേറ്റ്ലി സിംപ്ലിഫൈഡ് വെൻ ഈച്ച് വാല്യൂ ഈസ് സ്റ്റോർഡ് ഇൻ ഓൺലി വൺ പ്ലേസ്. അതായത് നമുക്ക് 2 സ്ഥലത്ത് ഇല്ലാത്ത ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് 2 സ്ഥലത്തും അപ്ഡേഷൻ വേണ്ടല്ലോ, ഒരു സ്ഥലത്ത് മതിയല്ലോ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഡാറ്റയിലെ മിസ്മാച്ചും കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. Finally, we avoid the wasted storage that result from redundant data storage. അതായത് കുറേ സ്ഥലത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെറുതെ സ്റ്റോറേജ് ഒന്നും വേസ്റ്റ് ആവുന്നില്ല. Efficient data access. In database system, the data is managed by the DBMS and all access to the data is through the DBMS, providing a key to effective data processing. അതായത് എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡാറ്റയും ഈ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് DBMS വഴി നമ്മൾ ഡാറ്റേനെ എല്ലാം മാനേജ് ചെയ്യും. അങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി നമുക്കൊരു എഫക്റ്റീവ് ഡാറ്റ പ്രോസസ്സിംഗ് പോസിബിളാണ്. Then enforcement of standards with the centralized of data, database administrator can establish and enforce the data standard, which may include naming conventions, data quality standards, etc. നമുക്കൊരു DBA ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയ്ക്കകത്തൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന വഴി നമുക്ക് ക്വാളിറ്റി ഓഫ് ഡാറ്റ എൻഷുർ ചെയ്യാൻ പറ്റും. ഇനി ഒന്നാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇൻ എ ഡാറ്റാബേസ് സിസ്റ്റം, ദ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ദ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ദ ഡാറ്റ. വെൻ ചേഞ്ചസ് ആർ മെയ്ഡ് ടു ദ ഡാറ്റ റെപ്രസെൻറ്റേഷൻ, ദ മെറ്റാഡാറ്റ ഒബ്റ്റെയിൻഡ് ബൈ ദ DBMS ഈസ് ചേഞ്ച്ഡ്, but the DBMS is continue to provide the data to application program in the previously used way. The DBMS handles the task of transformation of data whenever necessary. Reduced application development and maintenance time. The DBMS support many important functions that are common to many applications. Accessing data stored in DBMS, which facilitate quick development of application.